നമസ്കാരം. കുറച്ച് അധ്യാപകർ കുട്ടികളെ കൊണ്ട് കാല് കഴുകിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ ഒരു പ്രസംഗം ഓൺലൈനിൽ കേൾക്കാനിടയായി. ഇതൊക്കെ നമ്മുടെ സംസ്കാരമാണ്, പാരമ്പര്യമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുന്നത് കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരമ്പര്യത്തിൽ തന്നെ തുടങ്ങാം അല്ലേ? തുടക്കമാണല്ലോ പാരമ്പര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ചുമ്മാ മേനി പറയാൻ പറ്റിയ ഒരു സാധനം എന്നല്ലാതെ നിങ്ങൾക്ക് നാളുകളിലേക്കോ ഇന്നേക്കോ ഉപകാരപ്പെടുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാരമ്പര്യത്തിൽ ഊന്നിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള ആവശ്യം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഈ മൂന്ന് സംഗതികളിൽ നമ്മളുടെ പാരമ്പര്യം എന്താണ്? മനുഷ്യൻ ഏത് തരത്തിലുള്ള വീടുകളിലാണ് ഒരു ഒരു 30-40 അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നത്? ഇന്ന് അത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആ പാരമ്പര്യത്തിലേക്ക് തന്നെ ജീവിച്ചു പോകുന്ന ആളുകൾ എത്ര പേരുണ്ട്? 10-100 വർഷം മുമ്പുള്ള കേരളത്തിലെ മനുഷ്യർ ധരിച്ചിരുന്ന വസ്ത്രം ഏതായിരുന്നു? ഇന്ന് ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമ്മളൊക്കെ പറയും കേരളത്തിൻ്റെ തനതായ പാരമ്പര്യ വസ്ത്രം എന്ന് പറയുന്നത് സാരിയും, പുരുഷനാണെങ്കിൽ മുണ്ടും ജുബയും. ഓലക്കൻ്റെ മൂടാണ്. സാരി എന്ന് പറയുന്നത് ആഫ്രിക്കക്കാരുടെ വസ്ത്രമാണ്. കേരളത്തിൽ ഈ നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരു 60-70 വയസ്സുള്ള ആളുകൾക്ക് അറിയാം നിങ്ങളുടെ കുട്ടിക്കാലത്ത് ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രം എന്താ? ഒരു ഒറ്റമുണ്ട്, കാശുള്ളവനൊരു മേൽമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സാരിയില്ല, ജുബ്ബയില്ല, ചുരിദാറും ഇല്ല, ഒന്നുമില്ല. ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണത്തിലും അങ്ങനെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിളമ്പുന്ന, നമ്മൾ കഴിക്കുന്ന, നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണം പാരമ്പര്യ പൈതൃകമായിട്ട് വന്നിട്ടുള്ള ഭക്ഷണമാണോ? അല്ല. അതിനൊക്കെ വളരെ ചെറിയ കാലത്തെ, ചെറിയ വർഷങ്ങളുടെ പഴക്കമുള്ള മാത്രമുള്ള ഇതാണ്. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റേ അല്ല. അതായത് നമുക്ക് മനുഷ്യന് ജീവിച്ചു പോകാൻ പിന്നെ അവൻ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ആ കാലം രൂപപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലൂടെയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു പോവുക. അതിനോട് ചേരാതെ നിന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതം അവതാളത്തിലാകും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം കൂടെ സംസ്കാരമാണ്. എന്താണ് സംസ്കാരം? ഒരു മനുഷ്യനെ ഒരു മനുഷ്യനായി കാണുക എന്നുള്ളതാണ് ആദ്യത്തെ സംസ്കാരം. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളുടെ പാദം എന്ന് പറയുന്നത് ഇത്തരം ഉട്ടോപ്യൻ നയങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുക, കഴുകിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല 1 നമ്പർ തെണ്ടിത്തരാണ്. അതിന് സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഭാഗം എന്നൊന്നും അതിനെ പറയാനോ വിശേഷിപ്പിക്കാനോ കഴിയില്ല. അപ്പോൾ പെഡിക്യൂറോ മസാജോ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മളുടെ കാലിൽ തൊടുന്നുണ്ടാവും, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർ നമ്മളുടെ കാലിൽ തൊടുന്നുണ്ടാവും. പക്ഷേ അതിന് നമ്മൾ കൃത്യമായ വേദന എണ്ണി കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതല്ല, അത് ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട്, ആദരസൂചകമായിട്ട്, അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ, ഇപ്പം എൻ്റെ മക്കൾ എൻ്റെ കാലിൽ തൊടുന്നത് ഞാൻ സമ്മതിക്കാത്ത സംഭവമാണ്. കാരണം അനുഗ്രഹം വാങ്ങാനോ എന്തിനോ അതിൻ്റെ ആവശ്യമല്ല. നമുക്ക് അനുഗ്രഹിക്കണമെങ്കിലും നമുക്ക് ഗുരുവിനോടുള്ള ഭക്തി കുറേ ബക്കറ്റിൽ കുറേ വെള്ളം കൊണ്ടുപോയിട്ട് കാല് കഴുകുന്നതോ അല്ലെങ്കിൽ അത് കുടിക്കുന്നതോ ഒന്നുമല്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു ഗുരുവിനെ ഗുരു എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാണ് വേണ്ടത്. ഒന്ന് ഈ പറയുന്ന അധ്യാപകരുണ്ടല്ലോ, ഇവരിൽ ഏഴെഴുത്ത് സംസ്കാരം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ സ്നേഹവാത്സല്യത്തോട് കൂടിയിട്ട് നാളെയിലേക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിന് ഭൗതികമായ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള അധ്യാപനമാണ് അധ്യാപകർ നടത്തേണ്ടത്. ഇതത് ചെയ്യാതെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന ഈ കൂട്ടത്തെ അധ്യാപകരെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, കാടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒട്ടും തന്നെ സംസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വർഗമാണ്. അത്തരം ആളുകളെ ഈ അധ്യാപന വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി ഇത് പറയുമ്പോൾ ഇത് മറ്റൊരു മതം ഇല്ല. എല്ലാ മതങ്ങളും ഇങ്ങനെ തന്നെയാണ്. ആചാരം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പല സംഗതികളും. പണ്ട് ടെലിവിഷൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായിരുന്നു. ഇന്ന് ആ മതത്തിന് സ്വന്തമായിട്ടൊരു ടെലിവിഷൻ ചാനലുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം പിന്നീട് അവർക്ക് കാലത്തിൻ്റെ കൂടെ ചേരാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക. ഇത്തരം
എന്താ പറയുന്നത്, പഹയന്മാരുള്ള സ്കൂളുകളെ നിന്ന് നമ്മളെ കുട്ടികളെ മാറ്റി നമ്മൾ പാർപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും. കാരണം കാലം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ മക്കൾ കാലത്തിനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിലും കാലത്തിന് പുറകിലാകരുത് എന്നുള്ളത് എനിക്കിതിനോട് പറയാനുള്ളൂ. ശരിക്കും കാലത്തിന് മുമ്പെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിക്കേണ്ടത്. പക്ഷേ അതിന് പ്രാപ്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളുടെ ഇത്തരത്തിലുള്ള ആളുകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് തള്ളപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടത് രക്ഷിതാക്കളാണ്. കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് കുഞ്ഞിൻ്റെ അവകാശമാണ്. അത് നല്ല രീതിയിൽ നേടിക്കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാലൊന്നും കഴുകാതെ തന്നെ അനുഭവിക്കാവുന്ന നല്ല ആദരവുകൾ കിട്ടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.